നല്ല പഞ്ഞി മാതിരി ഇരിക്കണ ഹോൾസൊക്കെ ഉള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനാദ്യം തന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കുതിർത്തിട്ടില്ല, കഴുകിയെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് അവിലാണ്. അപ്പോൾ വെള്ള അവിലെടുക്കാൻ നോക്കുക. അത് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്തെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മുഴുവൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കഴുകി ഒരു 10 മിനിറ്റ് കുതിർത്തിയതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പച്ചരിയുടെ വെള്ളം ഞാൻ മുഴുവൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. നല്ല കട്ടിയുള്ള തൈര്, ഒരുപാട് പുളിയുള്ള തൈരാവരുത്. അതും ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ ആ ഒരു പച്ചരിയും അവിലും തൈരും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. അതിനുശേഷം അത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർത്തി വെക്കാം. ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിതൊരു 6 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തി വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ 6 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ മിക്സിയുടെ ജാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഞാനിത് ഒരു ബൗളിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇത് മിക്സിങ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 2 മിനിറ്റെങ്കിലും നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നല്ല പോലെ ഹോൾസൊക്കെ കിട്ടുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ഇതിനെ മാറ്റി വെക്കാം. നിങ്ങൾ ഓവർനൈറ്റ് വെച്ചാൽ മതി. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് മാവ് പുളിച്ച് വന്നോളും. ഇപ്പോൾ നന്നായിട്ട് മാവ് പുളിച്ച് വന്നിട്ടുണ്ട്, കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കാം. അതിനുശേഷം നല്ല ചൂടോടെ വേണം നമ്മൾ മാവ് ഒഴിക്കാനായിട്ട്, എന്നാലേ നല്ല ഹോൾസ് വരുള്ളൂ. അപ്പോൾ മാവ് ഒഴിച്ചതിന് ശേഷം ഹോൾസ് ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഹോൾസ് നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നില്ല. തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ തിരിച്ചിടാതെ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല ഹോൾസൊക്കെ ഉള്ള നല്ല അടിപൊളി അപ്പമാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റിയിട്ട് ഇതേപോലെ തന്നെ അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത തവി മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് ഹോൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ചട്നിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചട്നീൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അപ്പമാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് kannur കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.